ഇന്നത്തെ കുഞ്ഞുങ്ങൾ നാളത്തെ യുവജനങ്ങൾ, പിന്നെ വൃദ്ധർ. ഈ ചക്രം അങ്ങനെ ഉരുളുകയാണ്. ഇതിൽ മണ്ടന്മാർ ലോകത്തിൽ സമ്പാദ്യം കൂട്ടിവെക്കുന്നവരും ബുദ്ധിമാന്മാർ സ്വർഗരാജ്യത്തിൽ സമ്പാദ്യം കൂട്ടിവെക്കുന്നവരുമാണ്. ഈ ലോകസമ്പാദ്യം ആർക്കും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. ഈ നാടകം കണ്ടു കഴിഞ്ഞ് നിങ്ങൾ തീരുമാനിക്കുക, സ്വർഗത്തിലെ ബാങ്കിലാണോ ഭൂമിയിലെ ബാങ്കിലാണോ സമ്പാദിച്ചു കൂട്ടേണ്ടതെന്ന്. ലിറ്റിൽ ഫ്ലവർ ചർച്ച് കോട്ടയ്ക്കൽ അവതരിപ്പിക്കുന്നു കാലചക്രം. രംഗത്ത് ചിറ്റേട്ട് ഡൊമിനിക്, കിഴക്കയിൽ ഷാജൻ, വലിയ പറമ്പിൽ സാബു, കീറ്റുകേരിയിൽ ജിൻസ്, പുതുപ്പറമ്പിൽ റോയ്സൺ, ചിറ്റേട്ട് റീഗൽ. രചനയും സംവിധാനവും ഡൊമിനിക് ചിറ്റേട്ട്. അതൊക്കെ ഓക്കെ. പ്രസംഗം എനിക്ക് പാട്ട് അവസാനത്തെ പാട്ടില്ലേ, അതൊന്നും രസമുണ്ടായിരുന്നു. പാട്ട് റെക്കോർഡല്ലേ, അതിലൊന്നും പക്ഷെ ഭയങ്കര ജനങ്ങളായിരുന്നു. ജനം ഉണ്ടായിട്ടുള്ള എനിക്ക് പ്രസംഗം ഇഷ്ടമായില്ല. പക്ഷെ ഉച്ചക്കത്തെ ഫുഡൊക്കെ സൂപ്പറായിരുന്നു. എല്ലാം അതുകൊണ്ടാണല്ലേ ആൾക്കാരൊക്കെ. എന്താ ഈ ലൂക്കാച്ചൻ എന്താ പറ്റിയത്? കുറെ നേരമല്ലോ ചങ്ങായി നിൽക്കുന്ന പറ്റിയത്. ഒന്ന് നോക്കിയേ. ലൂക്കാച്ചോ, എന്തു പറ്റിയടോ? മുഖം ഇരിക്കുന്നേ. തനിക്ക് അച്ഛൻ്റെ പ്രസംഗം കേട്ടിട്ട് ശരിയൊന്നും വന്നില്ലേ? എൻ്റെ മത്തായിച്ച, ഞാൻ പല വാർഷിക ധ്യാനവും കൂടിയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാ ഇങ്ങനെയൊന്ന്. ഇരിക്കണോ, നിൽക്കണോ, കൈകൊട്ടണോ, ഡാൻസ് കളിക്കണോ എന്നൊന്നും അറിയാതെ. ഇയാൾക്കിതെന്തു പറ്റി? മൂങ്ങയെ പോലെ ഇരിക്കുന്നു. എന്താടോ, എന്തായാലും പറ. ഏയ് ഒന്നുമില്ല. അല്ല, ആ അച്ഛൻ്റെ പ്രസംഗം തനിക്ക് തീരെ പിടിച്ചില്ല എന്ന് തോന്നുന്നു. ഇതൊക്കെ എന്തു ധ്യാനമാ എൻ്റെ ജോണച്ച. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യമായി കൂടിയത് പോപ്പുലർ മിഷൻ ധ്യാനമാണ്. അന്ന് അതിന് ഒരു ധ്യാനത്തിൻ്റെ ആത്മീയതയൊക്കെ ഉണ്ടായിരുന്നു. അത് ലൂക്കാച്ചൻ പറഞ്ഞ സത്യമാ. അതിൻ്റെ ഒരു ഭക്തിയും പാട്ടും ഹൃദയത്തിൽ തുളച്ചു കയറുന്ന നല്ല പ്രസംഗവും ഒന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. പറഞ്ഞിട്ടെന്താടോ, ഇന്ന് കാലം മാറിയില്ലേ, കോലവും മാറും. വയസ്സന്മാരായ നമുക്കിതൊന്നും പെട്ടെന്ന് ദഹിക്കത്തില്ല. അന്ന് ഹാലേലൂയ എന്ന് പറഞ്ഞാൽ അതൊരു ഹൃദയത്തിൽ തട്ടിയ വിളിയായിരുന്നു. ഇന്ന് ഹാലേലു ഹാലേലു ഹലേലു എന്ന് പറഞ്ഞാൽ കർത്താവിന് പോലും അത് മനസ്സിലാകുമോ എന്നാണ് എൻ്റെ സംശയം. അതെ അതെ അതെ. പിന്നെ ഈ ഡാൻസും കൈയടിച്ചുള്ള പാട്ടുമൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലടോ. എൻ്റെ കാര്യമാണേ ഞാൻ പറഞ്ഞത്. ഞാൻ തൻ്റെ കൂടെ ഉണ്ടോ. താൻ ഈ ധ്യാനത്തിനിടയിൽ സ്ത്രീകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അച്ഛന്മാരുടെ തള്ളൽക്കഥ കേട്ടിച്ചിരിക്കുന്ന കുറേ എണ്ണം. അപ്പോൾ പള്ളിയിലല്ല ശ്രദ്ധ. ഈ വയസ്സാകാലത്തും ശ്രദ്ധ പാളുമല്ലേ. ഒന്ന് പൂടൂ. ഓ, ഇപ്പോഴെങ്കിലും താനൊന്ന് ചിരിച്ചല്ലോ. എന്നാലും പഴയ ലൂക്കാച്ചനെ അല്ല ഇന്ന് കാണുന്നത്. എന്തു തോന്നുന്നു ജോണേ? അത് സത്യമാണ്. ഇയാൾക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട്. എടോ, എന്താണെങ്കിലും തുറന്നു പറയ്. ഈ പള്ളിയിൽ വന്ന കാലം മുതൽ കാണാൻ തുടങ്ങിയതല്ലേ നമ്മൾ. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് 4 പെണ്ണും 2 ആണുമാണെന്ന്. മൂത്തവൻ കുടുംബസമേതം അങ്ങ് ഡൽഹിയിൽ, 2 എണ്ണം മഠത്തിൽ. അതെ, അതൊക്കെ ഞങ്ങൾക്കറിയാമല്ലോ. വളരെ കഷ്ടപ്പെട്ട് 2 എണ്ണത്തിനെ കെട്ടിച്ചും വിട്ടു. താനിപ്പോ ഇളയവന്റെ കൂടെ താമസം.
അല്ല, അവിടെ ഇപ്പം എന്താ പ്രശ്നം? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ അന്നാമ്മയെ കൊറോണ കൊണ്ടുപോയതിനു ശേഷം എൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാടൂ. ഇളയവൻ്റെ ഭാര്യയ്ക്ക് എന്നെ കണ്ടുകൂടാ. ആ, അവളിന്ന് പള്ളിയിലുണ്ടായിരുന്നല്ലോ ധ്യാനം കൂടാൻ. സൗമ്യല്ലേ? നല്ല കുട്ടിയാണല്ലോ അവൾ. അവളുടെ പേര് പോലെ എത്ര സൗമ്യമായിട്ടാ അവൾ സംസാരിക്കുന്നത്. പേരും പ്രവൃത്തിയും രണ്ടാടൂ. വീട്ടിൽ വരണം, അവളെ ശരിക്ക് കാണണമെങ്കിൽ. താൻ ഭദ്രകാളി എന്ന പേര് കേട്ടിട്ടില്ലേ? അതാ അവൾക്ക് ശരിക്കും ചേരുക. മനസ്സിലായില്ല. അതെ, എനിക്ക് മാത്രമല്ല, ഭർത്താവിനും മക്കൾക്കും അവൾ വരച്ച വരയിൽ നിന്നും അനങ്ങാൻ പറ്റില്ല. അവൾ നല്ല പഠിപ്പുള്ള കുട്ടിയല്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോലിയോ മറ്റോ അല്ലേ അവൾക്ക്? അതെ, ആ അഡ്മിനിസ്ട്രേഷൻ തന്നെയാ വീട്ടിലും. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കല്പം കഞ്ഞിയും നാടൻ കറികളുമൊക്കെയായി ഇഷ്ടം. അവരൊക്കെ മോഡേണാ. ഓ, ഇപ്പോ മനസ്സിലായി. ബ്രോസ്റ്റും പിസയും ബർഗറും ഒക്കെയാവും ഫുഡല്ലേ? അതായത് അടുപ്പ് കത്തുന്നില്ല എന്ന് സാരം. എനിക്ക് വേണ്ടി കത്തുന്നില്ല, അവർക്ക് വേണ്ടി കത്തും, അവരുടെ രുചിക്കനുസരിച്ച്. ലുക്കാച്ചാ, ഇതൊക്കെ എല്ലാ കുടുംബത്തിലും ഉള്ളതല്ലേ? നമുക്ക് വയസ്സായി. ഇനി നമ്മൾ ഒന്നിനും വാശി പിടിച്ചിട്ട് കാര്യമില്ല. സഹിക്കുക തന്നെ. അതല്ല ജോണച്ചാ കാര്യം. പിന്നെ അവൾ എന്നോട് കഴിഞ്ഞ ദിവസം പറയുക, ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളൊരു അറേഞ്ച്മെന്റ് ചെയ്യാമെന്ന്. അറേഞ്ച്മെന്റോ? എന്ത് അറേഞ്ച്മെന്റ്? വൃദ്ധസദനം. വൃദ്ധസദനമോ? അതെ, ഇപ്പോഴത്തെ അവസ്ഥയിലായിരുന്നോടോ നമ്മളൊക്കെ പണ്ട് കഴിഞ്ഞിരുന്നത്. മുണ്ടു മുറുക്കിയെടുത്ത് ഞാനും എൻ്റെ അന്നാമ്മയും കൂടെ കാല് വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി ഞങ്ങളുടെ ഹൃദയം കൊടുത്തു വളർത്തിയ മക്കളാ. ഇളയവനാണെങ്കിൽ ശ്വാസമുട്ടലിന്റെ അസുഖവും. എവിടെയെല്ലാം കൊണ്ടുപോയി ചികിത്സിച്ചു, ഉറക്കമിളിച്ചിരുന്നു, നേർച്ച കാഴ്ചകൾ നടത്തി, പഠിപ്പിച്ചു നല്ല നിലയിൽ എത്തിച്ചു. അവന് ശ്വാസം കിട്ടിയപ്പോൾ എന്റെ ശ്വാസം നിലച്ച് കാണാനാണോ അവരിപ്പോ ആഗ്രഹിക്കുന്നത്? താൻ എന്തൊക്കെയായി പറയുന്നത്? അതേടോ, അവന്റെ ഭാര്യ പറയുക എന്നെ അനാഥാലയത്തിൽ കൊണ്ടാക്കാമെന്ന്. അവൻ മറുത്തൊരക്ഷരം പോലും പറഞ്ഞില്ലടോ. ഞാൻ അനാഥനാണോടോ ജോണച്ച? ഞാൻ അനാഥനാണോ മത്തായി? ഞാൻ അനാഥനാണോ? ഞാൻ അനാഥനാണോടോ? ഏയ്, കരയാതെ കരയാതെ. താൻ അനാഥനല്ലല്ലോ. മക്കളൊക്കെ ഇല്ലേ? പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേടോ? അതെ, നിങ്ങളൊക്കെയുണ്ട്. എന്നാലും എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തവനെ പോലെ ആയല്ലോടോ ഞാൻ. ഒരു കാര്യത്തിൽ തനിക്ക് ആശ്വസിക്കാം, അവർ വഴിയിലെങ്ങും കൊണ്ടുപോയി തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞില്ലല്ലോ എന്ന്. അതെ, അതൊരു ഭാഗ്യം. പിന്നെ നിങ്ങൾക്കറിയാലോ എൻ്റെ കാര്യം. എനിക്കുമില്ലേ ഇതുപോലെ 5-6 എന്നിട്ടെന്താ കാര്യം? ഒരു കണക്കിന് ഞാനും അനാഥനല്ലേ? തന്നെ അവർ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. എന്നെ അവർ വീട്ടിൽ ഉപേക്ഷിച്ചു പോയി. ഞാനും പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത എൻ്റെ മക്കളുടെ അമ്മയും മാത്രമല്ലേ വീട്ടിലുള്ളൂ. ഇപ്പോഴും ചോറും കറിയും വെക്കണം, വീട് വൃത്തിയാക്കണം. എന്നെ മറിയാമ്മയുടെ എല്ലാ കാര്യവും ഞാൻ തന്നെ നോക്കണം. അങ്ങനെ നോക്കുമ്പോ ലൂക്കാച്ചൻ ഭാഗ്യവാനാ, അല്ലടോ മത്തായിച്ച? ഇതിനെയൊക്കെയാ ഭാഗ്യമെന്ന് പറയുന്നെങ്കിൽ ഞാൻ എന്തു പറയാനാ? മക്കളെല്ലാം വിദേശത്തായാലും പ്രശ്നമാ. നാട്ടുകാരുടെ മുമ്പിൽ നിളഞ്ഞു നടക്കാം. പക്ഷേ ഞങ്ങളെ അവർ കൊണ്ടുപോകില്ല. പ്രായമായ മാതാപിതാക്കൾക്ക് ഇൻഷുറൻസ് കിട്ടില്ലത്രേ. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവർ പാപ്പരാകുമെന്നാ പറയുന്നത്. അത് സത്യമാടോ. വിദേശത്തൊക്കെ അങ്ങനെയാ. അത് നമ്മളും മനസ്സിലാക്കേണ്ടത് തന്നെയാ.
ഇന്നത്തെ ധ്യാനം എൻ്റെയും അവസാനത്തെ ധ്യാനമാണ്. ഇനിയൊന്ന് പള്ളിയിൽ പോകാനോ ഇങ്ങനെ പോലും ഒരു ധ്യാനം കൂടാനോ സാധിക്കുമോ എന്നറിയില്ല. എന്ത് പറ്റി? താനെന്താ ഇവിടുന്ന് സ്ഥലം വിറ്റു പോകുവാണോ? ഏയ്, സ്ഥലം വിറ്റുപോകുവാണ് നിങ്ങളറിയില്ലേ? സ്ഥലം വിറ്റുപോകുമല്ല, സ്ഥലം വിട്ടുപോകുവാടോ. എന്ന് പറഞ്ഞാൽ? ഇളയ മകൻ റോബിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന്. അത് നല്ല കാര്യമല്ലേ? അതവർക്ക് നല്ലതാ, നമുക്ക് നല്ലതല്ലടോ മത്തായി. ആ വിദേശിയെ കെട്ടിയ മോന്റെ കാര്യമാണോ താനീ പറയുന്നത്? അതെ, അത് തന്നെ. അവൻ ഇവിടെ വെച്ച് തനിക്കൊരു തലവേദനയായിരുന്നല്ലോ. ആണോന്ന് പറയാനുണ്ടോ? 4 ഏകപുത്രനും ഇളയവനും ആയതുകൊണ്ട് അവൻ ശരിക്കും ഞങ്ങളെ മുതലെടുത്തു. മക്കളെ അമിതമായി താലോലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ അവസാന കാലത്ത് അതൊക്കെ നമുക്ക് തിരിച്ചടിയാകുമടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും ഉപേക്ഷിച്ചു പോയ 2 ജന്മങ്ങളാ ഞാനും എന്റെ മറിയാമയും. താൻ പറഞ്ഞത് ശരിയാ. മുണ്ടു മുറുക്കിയെടുത്ത് വെട്ടിപ്പിടിച്ചതെല്ലാം എല്ലാവർക്കുമായി വീതം വെച്ചു. നമുക്കായി ഒന്നും കരുതിയില്ല. മക്കളല്ലേ നമ്മുടെ സമ്പാദ്യമെന്ന് കരുതി. അതിന്റെ ഫലമാ ഞാനിന്ന് ഈ അനുഭവിക്കുന്നത്. ഈ ഇളയ മകൻ ഇപ്പോ നല്ല നിലയിലല്ലേ? നല്ല നിലയിലൊക്കെയാ. വീട്, കാറ്, പൈസ എല്ലാം ഉണ്ട്. അവൻ നന്നായില്ലേ? പിന്നെ എന്താ പ്രശ്നം? നന്നായി ഒന്ന് ചോദിച്ചാ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവനിപ്പോൾ ഞങ്ങളെ ജയിലിലടയ്ക്കാൻ പ്ലാൻ ചെയ്യുകയാ. ഒരു ജഡ്ജിയെ ജയിലിലടക്കിയോ? താൻ എന്തൊരു വിഡിതമായി പറയുന്നത് ജോണച്ച? ലൊക്കാച്ച, മക്കളോ മരുമക്കളോ ഒക്കെ ഗർഭിണിയാകുമ്പോൾ മാതാപിതാക്കളെ കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടുണ്ട്. താൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. അത് ചെറുപ്പക്കാരായ മാതാപിതാക്കളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ റിട്ടയർ ചെയ്ത് നമ്മളെപ്പോലുള്ളവർ പോകേണ്ടി വന്നാൽ അത് ജയിലിൽ പോകുന്നതിന് തുല്യമാ ലൂക്കാച്ച, അല്ലേ ജോണച്ച? അതേടോ, അതാ ഞാൻ പറഞ്ഞത്. അവിടെ എത്തിയാൽ എന്തിനും ഏതിനും അവരുടെ മുൻപിൽ കൈനീട്ടണം, ഒരു പിച്ചക്കാരനെ പോലെ. ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. കഴുത്തിൽ ചങ്ങലയിട്ട് പട്ടികളെ പിടിച്ചുകൊണ്ട് നടക്കുന്ന വിദേശികളെ കണ്ടിട്ടില്ലേ? പട്ടിക്ക് പകരം നമ്മളാണെന്ന് കരുതിയാൽ മതി. ഓ, ഇപ്പം മനസ്സിലായി. ഇനിയൊരു ഫ്രീഡം ഉണ്ടാവില്ലല്ലേ? എന്തു ചെയ്യാം? നമ്മുടെയൊക്കെ വിധിയെന്നല്ലാതെ എന്തു പറയാനാ? റിട്ടയേർഡ് ജഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? ഇനിയൊരു തടവുകാരൻ്റെ വിലയേ ഉള്ളൂ. അവർ എംബസിയിൽ പേപ്പറൊക്കെ ശരിയാക്കി കഴിഞ്ഞു. ഏതു നിമിഷവും പോകേണ്ടി വരും. മാതാപിതാക്കൾ വൃദ്ധരാകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പണി കിട്ടുന്നത്. നമ്മളെപ്പോലെയുള്ളവർ ഇതൊക്കെ സഹിക്കാൻ വിധിക്കപ്പെട്ടവരാടോ. ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നതും സഹനവും സ്നേഹവും ഒക്കെയല്ലേ? ഇനിയെല്ലാം ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കാം. ഹലോ, ആരാ? ആണോ? എന്നിട്ട് ലൂക്കാച്ചാ, മത്തായി, വക്കീലേ, ഒന്നിങ്ങ് വന്നേ, എന്നെ ഒന്ന് സഹായിച്ചേ. എനിക്ക് തന്നെ ഇതെടുക്കാൻ പറ്റുന്നില്ല. അതെ, ഞാൻ വക്കീലല്ല, ജഡ്ജാണെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓ, ഒരു വലിയ ജഡ്ജ്. എന്നെ കെട്ടുമ്പോൾ ഒരു കേസിലെ വക്കീലായിരുന്നു. പെൻഷൻ ആയാൽ ജഡ്ജും വക്കീലും പോലീസും മന്ത്രിയും എല്ലാം ഒരുപോലെയാ. ഒരു വിലയുമില്ല. വെറും ഭർത്താവാ കേട്ടോ. കണ്ട അന്ന് മുതൽ വക്കീലേന്ന് വിളിച്ച് ശീലിച്ചു പോയതുകൊണ്ടാ ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. മര്യാദയ്ക്ക് ഇവിടെ വാ, അല്ലെങ്കിൽ എന്താ വിളിക്കണ്ടേന്ന് എനിക്കറിയാം. പൊട്ടാ. ഓ, എന്റെ പൊന്നു തങ്കം, നീയൊന്ന് അലറി വിളിക്കാതെ. അയൽവക്കത്തുള്ളവർ കൂടെ കേൾക്കും, എന്റെ വില പോകും. എന്നാ മര്യാദയ്ക്ക് വന്നു. ഈ തങ്കമ്മയുടെ ശരിക്കുള്ള സ്വഭാവം അറിയാമല്ലോ വക്കീലിന്. ആ, കേട്ടില്ലേ? തങ്കമ്മേന്നാ പേര്.
തങ്കമെന്ന് വിളിച്ചപ്പോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. എനിക്ക് അവന്റെ കൂടെ പോയി താമസിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല ഞാനിതൊക്കെ കെട്ടിപ്പെറുക്കുന്നത്. അവസാന കാലത്ത് നിങ്ങൾ കൂടെ ഉണ്ടാകുമല്ലോ എന്ന് കരുതിയാ. തന്തയും തള്ളയും ബഹുമാനിക്കാത്ത ഇങ്ങനെയൊരു മകൻ നമുക്ക് ഉണ്ടായി പോയല്ലോ. നമ്മുടെ വിധി. അതവള് പറഞ്ഞത് സത്യ. ജഡ്ജായിരുന്ന എന്റെ പേര് വിറ്റ് കാശാക്കിയവനവൻ. ഇപ്പോ അമേരിക്കയിലായതുകൊണ്ട് ഞാൻ ജയിലിലായില്ല എന്ന് ആശ്വസിക്കാം. നിങ്ങൾ അവിടെ എന്തെടുക്കുക? ഫോണിൽ തോണ്ടുമായിരിക്കും. പ്രായമായെന്നൊരു വിചാരം പോലുമില്ല. ഇതിലെന്തു പ്രായം അല്ലേ? ഇപ്പോ ഇതിനകത്തെ രാഷ്ട്രീയ പീഡനവും അതിനുള്ള മറുപണിയും ഒക്കെ കേട്ടില്ലേൽ ഉറക്കം വരാതെയായി. ഓ, ഞാൻ നോക്കി മടുത്തു. നമ്മുടെ കല്യാണ സാരി എവിടെയാ? ബാക്കിയൊക്കെ ഞാൻ ഒരുവിധം പെട്ടിയിലാക്കി. ഇനി അതും നമ്മുടെ പഴയ ആൽബവും ആദ്യത്തെ പള്ളിപ്പെരുന്നാളിനുടുത്ത സാരിയും മാത്രമേ കിട്ടാനുള്ളൂ. നീ എന്താ അമേരിക്കയിൽ പോയി വീണ്ടും കല്യാണം കഴിക്കാൻ പോവുകയാണോ? ഭ്രാന്ത്, അല്ലാതെ എന്തു പറയാനാ? നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ടേ, ഞാനിതാ വരുന്നു. സമാധാനമായി ഒന്നും കാണാൻ സമ്മതിക്കാത്തത് അങ്കമ്മ. നിങ്ങളോ? വാ വാ വാ. അതാരാ വന്നത്? ഒന്ന് നോക്കിയേ. നോക്കിയേ, മത്തായിച്ചനും ലൂക്കാച്ചനുമാ. ഓ, എത്തിയോ മത്തായി ലൂക്കായും? നിങ്ങൾ ജോൺ എന്നുള്ള പേര് മാറ്റി മർക്കോസ് എന്നാക്കി കൂടായിരുന്നോ? അപ്പോ മത്തായി മർക്കോസ് ലൂക്ക എന്നാവും. ഇനി 3 പേരും കൂടി സുവിശേഷം പറ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഓ, ആയിക്കോട്ടെ. പിന്നെ അതിന് ഈ ജോൺ എന്നാൽ യോഹന്നാനെന്നാ മലയാളം അറിയുവോ? പോയോ? രക്ഷപ്പെട്ടു. ഇനി അരമണിക്കൂർ എടുക്കും നീരാട്ട് കഴിയാൻ. ഇന്ന് കലിപ്പിലാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അവളൊരു പാവാ, ഒരു പാവം നാടൻ പെണ്ണ്. എപ്പോഴും ഞാൻ അടുത്ത് വേണം. പിന്നെ നാവിനിത്തിരി ബെല്ലും ബ്രേക്കും കുറവായെന്നേ ഉള്ളൂ. അതിനല്ലേ ദൈവം തന്നെ പോലെ ബ്രേക്കുള്ള ഒരാളെ കൊടുത്തിരിക്കുന്നത്. എന്തിലും ഒരു നീതിപതി ഉണ്ടല്ലോ തനിക്ക്, അല്ലേ മത്തായിച്ച? ഇയാളുടെ ഒരു കാര്യം. അതിരിക്കട്ടെ, എന്താ തൻ്റെ മകൻ്റെ അവസ്ഥ? എന്താ സത്യത്തിൽ സംഭവിച്ചത്? അത് പിന്നെ ഞാനത് അവളോട് പറഞ്ഞിട്ടില്ല. അവള് പോകാനുള്ള തയ്യാറെടുപ്പില്ല. നാം ഒന്ന് ആഗ്രഹിക്കുന്നു, ദൈവം മറ്റൊന്ന് വിധിക്കുന്നു. അന്ന് ആക്സിഡൻ്റ് എന്തേ കേട്ടുള്ളൂ. ഇപ്പോഴാ സത്യത്തിൽ വിവരമറിയുന്നത്. അന്നവൻ സഞ്ചരിച്ചിരുന്ന കാർ ഓടിച്ചിരുന്നത് അവൻ്റെ ഭാര്യയായിരുന്നു. ആ ആക്സിഡൻറ്റിൽ അവൻ്റെ കയ്യും കാലുമൊക്കെ ഒടിഞ്ഞ് ഒരു ജീവച്ഛവമായി മാറി എന്നാണ് അറിഞ്ഞത്. ഒരാഴ്ചയെടുത്ത് ബോധം തിരിച്ചു കിട്ടാൻ. അയ്യോ, അപ്പോൾ അവന്റെ ഭാര്യ? അവൾക്ക് കാര്യമായി ഒന്നും സംഭവിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് 2 ആഴ്ചയായി വിളിച്ചിട്ട്. ആകെയുള്ളൊരു മോനാണ് അവൻ. നമ്മോട് എന്തൊക്കെ ചെയ്താലും ഉമ്മ വെച്ചും വാരിക്കൊടുത്തും കൈപിടിച്ച് നടത്തി വളർത്തിയ മക്കളെ നമുക്ക് മറക്കാൻ പറ്റും? ജോണച്ച, എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. ഒന്ന് മനസ്സിലായി. കാണുന്നതല്ല ജീവിതം, പറയുന്നതല്ല ജീവിതം, അനുഭവമാണ്, അനുഭവമാണ് ജീവിതം. അവകാശങ്ങളില്ലാത്തതായി ഈ ലോകത്തൊന്നേ ഉള്ളൂ, വേദനകൾ. അത് നാം തന്നെ അനുഭവിച്ചു തീർക്കണം. അതിന് അവകാശം പറയാൻ ആരും വരില്ല. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിൻ്റെ കയ്യിൽ മനുഷ്യർ. അവിടുന്ന് തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു, ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതെ, നമ്മൾ ഒരുമിച്ച് കേട്ടതാ. ഒന്ന് ഓർത്തു നോക്ക്. ഓ, നമ്മൾ അവസാനം കൂടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞതല്ലേ? അന്ന് അതത്ര കാര്യമാക്കിയില്ല. നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇതെത്ര സത്യമാല്ലേ? അതെ,
ഈ പരമമായ സത്യത്തെ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. അതാണ് നമ്മുടെ ദുഃഖങ്ങൾക്കെല്ലാം കാരണം. ആ, അതിരിക്കട്ടെ. എന്തായി തൻ്റെ വൃദ്ധസദനം? തീരുമാനം മാറ്റിയോ? തീരുമാനം മാറ്റിയതല്ല, നീളുന്നു, അത്ര തന്നെ. ഏറ്റവും ചീപ്പായ വൃദ്ധസദനം നോക്കിയുള്ള തിരച്ചിലിലാണവർ. ഈ കുട്ടികൾക്കും പ്രായമാവും. ഇങ്ങനൊരവസ്ഥയിൽ കൂടി ഇവരും കടന്നു പോകേണ്ടതാണെന്ന ഒരു ചിന്ത ഇവർക്കെന്താ ഇല്ലാതെ പോകുന്നത്? ദീർഘായുസോടെ ഭൂമിയിൽ ജീവിക്കാൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന തത്വം ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിലയില്ലാത്തൊരു ചൊല്ലു മാത്രമാണ്. എന്തു ചെയ്യാം? എന്തും വിരൽത്തുമ്പിൽ കിട്ടുന്ന ഈ കാലത്ത് ഏതെങ്കിലും ഒരു കുബുദ്ധിയുടെയോ കുശാഗ്രബുദ്ധിയുടെയോ വിരൽത്തുമ്പ് മതി ഈ ഭൂമി നിമിഷനേരം കൊണ്ട് നശിക്കാനും. അതിൻ്റെ ലാചന നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. ഇസ്രയേലിൻ്റെ രക്ഷകൻ ഇതെല്ലാം കുറിച്ചു വയ്ക്കുന്നുമുണ്ട്. ഇതാരുടെയാ? അറിയില്ല. സാറ് പറഞ്ഞു അകത്ത് കൊണ്ടുപോയി വെക്കാൻ. സാറോ? മോനെ, മോനെ, എന്റെ ഭാര്യ എവിടെ? അവൾ വന്നില്ലേ? എന്താണ് നിനക്ക് പറ്റിയത്? അവൾക്ക് എന്തു പറ്റി? അപ്പ അവൾ ഇനി വരില്ലപ്പ. എന്ന് പറഞ്ഞ അവൾ ആക്സിഡന്റിൽ അവൾ എന്നെ ഉപേക്ഷിച്ചു പോയി. ജീവച്ഛവമായ എന്നെ അവൾക്കിനി ആവശ്യമില്ലെന്ന്. അപ്പോൾ അവളുടെ ഉദരത്തിലുള്ള നിന്റെ കുഞ്ഞ് അന്ന് ആക്സിഡന്റിൽ നഷ്ടപ്പെട്ടു. എന്റെ സമ്പാദ്യം മുഴുവൻ അവളുടെ പേരിലായിരുന്നു. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ, ഞാൻ നിങ്ങളോട് ചെയ്ത ദ്രോഹത്തിന്റെ ശിക്ഷ. അപ്പാ, എന്നോട് ക്ഷമിക്കണം. ഒരു മകൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്. എന്നോട് ക്ഷമിക്കണം, ക്ഷമിക്കണം അപ്പാ. സത്യത്തിൽ നീ എനിക്ക് നഷ്ടപ്പെട്ടവരായിരുന്നു. നിന്നെ എനിക്കെന്റെ ദൈവം തിരിച്ചു തന്നു. മോനെ, മോനെ, പത്താഴ്ച എന്റെ മോൻ വീണ്ടും ഇവരെ ഞാൻ നടക്കാൻ പഠിപ്പിക്കണം, കുളിപ്പിക്കണം, ആഹാരം കൊടുക്കണം. ജീവിതത്തിന്റെ ഒരു ലാപ്പ് പൂർത്തിയാക്കിയാലും ഒരു കുഞ്ഞിനെ പോലെ അവൻ തിരിച്ചു വന്നില്ലേ? എനിക്കത് മതി, എനിക്കത് മതി, എനിക്കത് മതി. ഏയ് ജോണച്ച, കരയാതെ, കരയാതെ.
ഈ നാടകം നിങ്ങളുടെ ചിന്തയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവനെ പോലെ പോറ്റി വളർത്തിയ മക്കളുടെ സമീപനം വൃദ്ധഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങാത്തതാണ്. മക്കൾക്കായി ജീവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന അവരെ ചേർത്ത് പിടിക്കേണ്ടത് ഇന്നത്തെ യുവതലമുറയുടെ ഉത്തരവാദിത്വമാണ്. തഴയപ്പെടേണ്ടവരും നടതള്ളേണ്ടവരുമല്ല അവർ. ഈ കാലവും കടന്നുപോകും, നിങ്ങളും വൃദ്ധരാകും. ഉന്നത സ്ഥാനത്തെത്തിയാലും ഉദ്ഭവസ്ഥാനം മറക്കരുത്.